to have you all to make this event a great victory. The motto of our annual day is to recall all the founders and all the well-wishers of this educational institution. Let me welcome each one of you. On behalf of St. Rocky family, I cordially welcome our chief guest, Honorable MLA Sri K.N. Unnikrishnan, to this auspicious occasion. It shows the right direction of life. With this holy thought, let us begin this evening by lamp lighting ceremony. Jyotirdanaya Mrityoma Amridam Gamaya. സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ വാർഷികാഘോഷ പരിപാടി എന്ന് പറയുമ്പോൾ അംഗീകൃതമായ നമ്മുടെ അംഗീകരിക്കപ്പെട്ട സിലബസുകളുടെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ രീതികൾക്ക് പുറമെ കുട്ടികളുടെ കലാഭിരുചികളും അവരുടെ സർഗവാസനകളെയും എല്ലാം പരിപോഷിപ്പിക്കാനും കൂടി കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദർഭം എന്ന നിലയിലാണ് നാം ഈ വാർഷികാഘോഷ പരിപാടികളെ കാണുന്നത്. നമ്മുടെ ഭാവിയിലേക്ക് വളർന്നു വരേണ്ട കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസേതര പ്രവർത്തനങ്ങളിലുമെല്ലാം അവർക്ക് നല്ല പ്രാവീണ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനമായിരിക്കും നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടികൾ, അല്ലെങ്കിൽ ആയിരിക്കണം എന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. ആ നിലയിലാണ് നമ്മൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെയും ഈ അധ്യയന രംഗത്തെയും എല്ലാം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. കേരളത്തിലെ 27ഓളം വരുന്ന സ്കൂളുകൾ, അതായത് ആകെയുള്ള സ്കൂളിൻ്റെ 36.3% സർക്കാർ സ്കൂളുകളാണ്. ബാക്കി 7208 നമ്മുടെ സ്കൂളുകൾ, അതായത് 55.7% സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളും 1043 സ്കൂളുകൾ, അതായത് 8% അൺഎയ്ഡഡ് സ്കൂളുകളും. അപ്പോൾ സർക്കാർ സ്കൂളുകളെക്കാൾ കൂടുതൽ സർക്കാരിതര സ്കൂളുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് സാരം. ഇത് നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന കാലം മുതൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കത്തോലിക്ക സഭയും അതുപോലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുമെല്ലാം നമ്മുടെ ആളുകൾക്ക് അക്ഷരം അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. നാടിന്റെ പ്രിയങ്കരനായ MLA നമ്മുടെ ശ്രീ K.N. ഉണ്ണികൃഷ്ണൻ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം നമ്മുടെ ആവശ്യം സ്വീകരിച്ച് സ്കൂളിനായി അദ്ദേഹം 5 ലാപ്ടോപ്പുകൾ നമുക്ക് നൽകുകയുണ്ടായി.
ഈ ലാപ്ടോപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ LKG മുതലുള്ള കുട്ടികൾക്ക് ഗുണകരവും രസകരവുമായ രീതിയിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകി വരുന്നു. അദ്ദേഹം നമ്മുടെ വിദ്യാലയത്തോടും നമ്മുടെ കുഞ്ഞുമക്കളോടും കാണിച്ച ഈ സ്നേഹത്തിനും പരിഗണനയ്ക്കും ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ഈ വിലപ്പെട്ട സമയം നമുക്കായി ഇന്ന് നീക്കിവെച്ചതിന് അദ്ദേഹത്തിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറയിൽ നല്ല രീതിയിൽ വാർത്തെടുക്കുവാൻ നമ്മുടെ ഈ സ്കൂളിന് കഴിയുന്നുണ്ട്. ഇനിയും ഒരുപാട് ഇടങ്ങളിലേക്ക് നമ്മുടെ സ്കൂളിന് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ആഘോഷരാവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. മായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതോടൊപ്പം നമുക്കറിയാം, പഴയ കാലത്ത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുവാനായിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് സാധിച്ചിരുന്നില്ല. അന്നെല്ലാം നമ്മൾ ഒരുപാട് കുട്ടികളുള്ള ഒരു കുടുംബങ്ങളായിരുന്നു ഇന്നത്തെ കാലത്ത്. 10 പേരും 5 പേരും 6 പേരും അടങ്ങുന്ന വലിയ ഒരു കുടുംബമായിരുന്നു. അന്ന് എല്ലാവർക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ അന്നത്തെ മാതാപിതാക്കൾക്ക് വളരെ ബുദ്ധിമുട്ടേണ്ട കാലമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്കറിയാം, നമ്മൾ ഇന്ന് അണുകുടുംബങ്ങളാണ്. UKGയിൽ നിന്നും അൻഷാറീസ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റിയോൺ ആന്റണി, സെക്കൻഡ് സ്റ്റാൻഡേർഡ് റിദ്വിൻ ഡാർവിൻ, തേർഡ് സ്റ്റാൻഡേർഡ് തേജസ് എൻ, ഫോർത്ത് സ്റ്റാൻഡേർഡ് അനൈ നിജോ, കലാരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്ക് മുൻ പ്രധാന അധ്യാപിക രാജാമൻ ടീച്ചർ നൽകുന്ന എൻഡോമെന്റിൽ ഏറ്റുവാങ്ങുന്നതിനായി സരിക വിനയനെ നായകനെ കുറിച്ച് സഹോദരൻ അയ്യപ്പൻ എല്ലാ മക്കളെയും ഒരുമിച്ച് ചേർത്തുള്ള ഒരു മിശ്ര ഭോജനം നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 1917 എന്നാൽ അതിനേക്കാളുമൊക്കെ മുമ്പ് 1904 ഈ വിദ്യാലയം ഇവിടെ ആരംഭിച്ചത്. എല്ലാവർക്കും അറിയാം, എല്ലാ മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സമൂഹത്തിലെ എല്ലാ ഉച്ചനീചത്വങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം ഇവിടെ കൊണ്ടുവന്നു. കുഞ്ഞുമക്കൾ, പഠിപ്പിച്ച കുഞ്ഞുമക്കൾ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ അരികിലേക്ക് ടീച്ചറ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അണയും. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദർശനം. രണ്ടാമതായിട്ട് റഹ്മാൻ പറഞ്ഞു, കൂടി നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മനോഹരമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ നേരുകയാണ്. നന്മ എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും പല വിചിന്തനങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇന്ന് പലപ്പോഴും മനുഷ്യനെ യഥാർത്ഥത്തിൽ നന്മ എന്താണെന്ന് മനസ്സിലാകാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരു പറ്റം ജനങ്ങൾ ഒരു തിന്മ പ്രവർത്തിച്ചിട്ട് അത് നന്മയാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അവരോടുകൂടി ചേർന്ന് അത് നന്മയാക്കി മാറ്റുന്നു, വിശുദ്ധരാക്കി മാറ്റുന്നു പലരെയും. ഇപ്രകാരം നമ്മുടെ ഈ ഒരു കാലഘട്ടം പലവിധ കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഫീസ് കൊടുത്ത്
ബുദ്ധിപരമായ മേഖലയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക, നല്ല റിസൾട്ട് ഉണ്ടാക്കുക, അതിലാണ് ഉത്തമ വിദ്യാഭ്യാസം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പാരൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. സെൻറ് മേരീസ് ഹൈസ്കൂളിലെ LP UP ഭാഗങ്ങളിൽ പഠിപ്പിച്ച് റിട്ടയർ ചെയ്ത ഒരാളാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഈ കൊച്ചു മുറ്റത്ത് കളിച്ചു നടന്ന് വളർന്നവരാണ്. ഞങ്ങൾക്ക് ഒരു ആപത്തും സംഭവിച്ചില്ല. ജോർജിൻ്റെ മകൻ, കൊച്ചുമകൻ ഇവിടെ തന്നെ പഠിച്ച ആളാണ്. പഠിച്ചിപ്പോൾ എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ സൂപ്രണ്ടായിട്ട് സേവനം ചെയ്യുകയാണ് ബിനോയ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പെട്ടെന്ന് കൺമുന്നിൽ കണ്ട കാഴ്ച മാത്രമേ ഓർക്കുന്നുള്ളൂ. ഇവിടെ പഠിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ഞങ്ങളൊന്നും മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയില്ല. മിടുമിടുക്കന്മാരായി ഈ നാട്ടിൽ അറിയപ്പെടുന്നവരായി തന്നെ മാറി. അപ്പോൾ ഈ വിദ്യാലയം മോശമല്ല എന്നതിൻ്റെ സൂചന വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. എല്ലാവരും ഈ ചുറ്റുപാടുമുള്ള വീടിലെ കുട്ടികളൊക്കെ വേറെ എങ്ങും പോയി പഠിച്ചിട്ടില്ല, എവിടെയും പോയി പഠിച്ചിട്ടില്ല. ഇവിടുത്തെ ആന്റണി സാബുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച കുട്ടിയാണെന്ന് മാത്രമല്ല, അന്ന് മുതൽ സമ്മാനം